സത്യത്തിൽ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഷോർട്സ് എടുക്കാനല്ലേ? അപ്പൊ അതിനനുസരിച്ച് നിന്നാ പോരാ നിനക്ക്? എന്താ ചെയ്തു? ഈ കാടിന്റെ ഉള്ളിൽ വന്നിട്ട് നിനക്ക് എന്തിന്റെ സൂക്കേടാന്ന് അറിയത്തില്ല. നമ്മളിവിടെ വന്നത് എന്തിനാ? വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് അല്ലേ? ആ ഷോർട്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയത്? ഇവിടെ വന്നിട്ട് ഈ കാടിന്റെ ഉള്ളിൽ വന്നിട്ട് ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് ഒരുമാതിരി വർത്താനം പറയുന്നത് അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളത്. ഷോർട്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ ഒരുമാതിരി അങ്ങനത്തെ വർത്താനം പറയാൻ പാടില്ലായിരുന്നു. എന്താ ഇത്? എന്റെ കൂടെ വരുമ്പോ മര്യാദക്ക് നിന്നോളുക. അല്ലാണ്ട് അല്ല നീ എന്താ പറയാ? അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? നിന്റെ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് ഈ കാടിന്റെ ഉള്ളിൽ വന്നിട്ട് അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ അന്നേരം ഒരുമിച്ച് വീഡിയോ എടുക്കുകയെന്നല്ലേ ചെയ്യേണ്ടത്? എപ്പാണെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ തോന്നിയാസമുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. നീ ആരാ നിന്റെ വിചാരം? നീ ആരാന്നാണ് നിന്റെ വിചാരം? നിന്റെ വിചാരം നീ എന്തോ വലിയ സംഭവമാണെന്നാണ് നിന്റെ വിചാരം. വലിയ ആള് കളിക്കൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ട്. മനസ്സിലായോ? നീ എന്തെല്ലോ ചെയ്തെന്നൊക്കെ എനിക്കറിയാം. മനസ്സിലായല്ലോ? ആ നിന്റെ തോന്നിവാസം ഒന്നും എൻ്റെ അടുത്ത് നടക്കൂല. അനാവശ്യം പറയരുത്. നിന്റെ തോന്നിവാസം എന്താണ് എൻ്റെ അടുത്ത് നടക്കൂല. മനസ്സിലായല്ലോ? മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മര്യാദക്ക് ഇടപെടാൻ പറ്റുമെങ്കിൽ മര്യാദക്ക്. അല്ലാണ്ട് എന്താ നിന്റെ വിചാരം? എന്ത് നിന്റെ വിചാരം? എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്. മനസ്സിലായല്ലോ? വലിയ ആള് കളിക്കുന്നു. മര്യാദക്ക് നിന്നില്ലേ ഉണ്ടല്ലോ. എൻ്റെ സ്വഭാവം നീ മാറ്റരുത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനങ്ങ് പോകും. എന്നാ എൻ്റെ കൂടെ ഇനി വരുമോ വേണ്ട. ഞാൻ വണ്ടി എടുത്ത് ഞാനങ്ങ് പൊക്കോളാം. ഞാൻ വണ്ടി എടുത്ത് ഞാനങ്ങ് പൊക്കോളാം. നീ കാട്ടിക്കിടന്നോ? നീ കാട്ടിക്കിടന്നു. ഞാൻ വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ പൊക്കോളാം. അല്ല പിന്നെ വലിയ ആള് കളിക്കുന്നു.